ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ തീരെ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഫുള്ള് തുമ്പിയിട്ട് ഒരു വിധത്തിലായിരിക്കും. പൊടിയുടെ അലർജി ഉള്ള കാരണം കൊണ്ടാണ്. വയറിങ് കാരണം അയാൾ ഏറെക്കുറെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതാണ് കേട്ടോ. അപ്പോൾ മാസ്കൊക്കെ വെച്ചിട്ട് പണിയെടുക്കുക. ചെറുപ്പകാലത്തിലൊക്കെ അത്രയും പൊടി ഞാൻ വലിച്ചു കയറ്റിയിട്ടുണ്ട് ഉള്ളിലേക്ക്. അതിപ്പോൾ ഈ പ്രായത്തിൽ 36 വയസ്സായി. 36 വയസ്സിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ തുടങ്ങുന്നവർ നമ്മുടെ സേഫ്റ്റി എന്തായാലും നോക്കുക. ആ പ്രായത്തിൽ ചിലപ്പോൾ എന്നെ പോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും പൊടി പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ചെറിയൊരു പൊടി വന്ന അപ്പം തുമ്പും അലർജിയാണ് പൊതുവെ എല്ലാവർക്കും ഇത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നതേ ഇപ്പോൾ രാവിലെ ഞാൻ ഇന്ന് അധികം ഒരു വർക്ക് മാത്രമേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുള്ളൂ. ഞാൻ അധികം ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അർജൻറ്റായിട്ട് വരണം. ടാപ്പിൽ മുകളിലൊന്നും വെള്ളം വരുന്നില്ല. അവർ എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്ത സൈറ്റ് തന്നെയാണ്. പ്രഷർ പമ്പ് ഇട്ടിട്ട് ഓൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ സൈറ്റിലേക്ക് പോകണം. അതുകൂടെ 2-3-4 മെയിൻ്റനൻസ് ഉണ്ട് ഇപ്പോൾ ഇന്ന്. അതായത് അത്രേ എടുക്കുന്നുള്ളൂ, തീരെ സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സൈറ്റിലൊന്ന് പോയിട്ട് എന്തായാലും നോക്കിയിട്ട് എന്താ സംഭവം നോക്കിയിട്ട് വരട്ടെ. എൻ്റെ വോയിസ് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായി കേൾക്കുന്നുണ്ടാവും. കാരണം നേരത്തെ സുഖമില്ലാത്ത സമയത്തുള്ള വോയിസാണ്. അപ്പോൾ ഞാൻ നിലവിൽ ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബ്രോയുടെ വീഡിയോ കണ്ടിട്ടായിരുന്നു. ഞാൻ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കഫോൾഡിങ്ങിൽ നിന്ന് വീണ് 1 മാസത്തോളം കടപ്പിലായി, പണിക്ക് പിന്നെ കയറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മളൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരാൾ കടന്നു കഴിഞ്ഞാൽ ഒരാളും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. സപ്പോസ് ആ വീട്ടുകാർ പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പണിയെടുക്കുക. എന്താ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ ചോരത്തളപ്പിൽ ഒരുപാട് കട്ടിങ്, അതായത് റൂം ഇത്ര മണിക്കൂറുകളിൽ കഴിക്കുമെന്നുള്ളൊരു വാശിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. മാസ്ക് പോലും നേരെ പ്രോപ്പർ ചെയ്യില്ല. ഒരു തുണി വെച്ച് കെട്ടും, അത് ഫുള്ളായിട്ട് ആ വീട് കഴിയുന്നവർക്ക് ആ മണ്ട തുണിനായിരിക്കും നമ്മളെ മേത്തുണ്ടാവുക. ഫുള്ള് പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമ്മൾ തുടരുള്ള വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ പമ്പിൻ്റെ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. അത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു പുറത്തൊരു ടാപ്പ് വെച്ചിട്ടുണ്ട് വാഷ് ബേസിൻ്റെ. അതിൽ ചളി അടഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, വെള്ളം വരുന്നുണ്ടായില്ല. അയച്ചു നോക്കുന്ന സമയത്ത് ചെറിയൊരു ചളി ഉണ്ടായിരുന്നു. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ക്ലീൻ ആക്കി ബാക്ക് വാഷ് ചെയ്തു. അപ്പോഴാണ് കസ്റ്റമർ പറഞ്ഞത് ഈ തിയേറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാൻ പറഞ്ഞത്. കാരണം ഇതൊരു മാസത്തോളമായിട്ട് ഓഫിലായിരുന്നു. കാരണം കസ്റ്റമറുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഇത് ഓണാക്കാൻ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓണാക്കിയൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി. അപ്പോഴാണ് അടുത്തൊരു കോൾ വന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് നമ്മളെ അവസ്ഥ. കാരണം നമുക്ക് സുഖമുണ്ടോ ഇല്ലയെന്നൊന്നും ഒരിക്കലും കസ്റ്റമറിന് അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ രീതിയിൽ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളെ ഫീൽഡ് അങ്ങനെയാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ വീട്ടിലാണെങ്കിലും ഒരു കറണ്ട് പോയാലോ വെള്ളം അല്ലെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് തന്നെയാണ് കസ്റ്റമറും അനുഭവിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ കസ്റ്റമർ നമുക്ക് ഇവിടുന്ന് ചായയും വടയൊക്കെ തന്നിട്ടോ. നല്ല രീതിയിലുള്ള കസ്റ്റമറാണ് നമുക്കുള്ള അധികം കസ്റ്റമർ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സൈറ്റിൽ പോയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ബൈ.